വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. ഇതിനോടകം 1000-ലേറെ കണ്ടെയ്നറുകളാണ് ഇറക്കിയത്. മൊത്തം 1930 കണ്ടെയ്നറുകളാണ് ഇറക്കാനുള്ളത്. ആതിര സാരസ്വത്തുണ്ട് വിശദാംശങ്ങളുമായി. ആതിര, കണ്ടെയ്നർ ഇറക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ആതിര, നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ്. ആ വിഷ്വലിൽ കാണാമെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ കപ്പൽ. മദർഷിപ്പാണത്. അതിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കേണ്ടത്. ഇതിനുശേഷം 607 കണ്ടെയ്നറുകൾ തിരികെ കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലിയും നടക്കുന്നതായിരിക്കും. സാൻ ഫെർണാണ്ടോ നാളെ ആയിരിക്കും മടങ്ങുക. നേരത്തെ ഇന്നലെ വൈകുന്നേരം മടങ്ങുമെന്നായിരുന്നു ആദ്യ ഷെഡ്യൂൾ പ്രകാരം അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇറക്കുന്നത് വളരെ സാവധാനമാണ്. നമുക്കറിയാം, ആദ്യ ട്രയൽ റണ്ണാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം നാളെയോടുകൂടി വിഴിഞ്ഞം തീരം വിടും. തിങ്കളാഴ്ച ഫീഡർ വെസലും വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ 1000-ലേറെ കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ നിന്നും ഇറക്കി കഴിഞ്ഞിരിക്കുന്നത്. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും. ശേഷം കണ്ടെയ്നറുകൾ ടെർമിനൽ ടർക്കിലേക്ക് മാറ്റും. അതിനുശേഷം യാർഡ് ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കും. ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതനുസരിച്ചാണ് നിലവിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാൻ ഫെർണാണ്ടോ വളരെ അഭിമാനകരമായ ഒരു സാക്ഷ്യത്തിനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സാക്ഷിയായത്. എന്തായാലും നാളെയോടുകൂടി വിഴിഞ്ഞം തീരം സാൻ ഫെർണാണ്ടോ വിടുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര സാരസ്വത് തിരുവനന്തപുരത്ത് നിന്ന്.